18-ല് രണ്ട് സ്ത്രീകളെ പർദ്ദയിൽ പൊതിഞ്ഞുകൊണ്ട് വരാനുള്ള താല്പര്യം എന്തൊരു ആവേശമായിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം പർദ്ദയിൽ പൊതിഞ്ഞുകൊണ്ട് പോയി എന്നൊന്നും പറയരുത്. ഒരു ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അങ്ങ് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കണ്ടതാ ഞാൻ പറയുന്നത്. ഞാൻ കണ്ടത് തന്നെ ഞാൻ പറഞ്ഞത്. ആ ക്ലിപ്പിംഗ്സ് ഒന്നും കൂടി കാണിച്ചേക്കും. അങ്ങ് പർദ്ദ കണ്ടോ? നുണയാണെങ്കിൽ അങ്ങ് പർദ്ദ കണ്ടോ? ഞാൻ പറഞ്ഞത് നുണയാണെന്ന് തെളിയിക്കാൻ എളുപ്പ വഴിയാണ്. ഒരു കാര്യം വസ്തുതാവിരുദ്ധമായി പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങയുടേതാണ്. കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിന് വീട് എന്റെ കയ്യിൽ എന്റെ ഉത്തരവാദിത്തമല്ല. ബിജെപി നേതാവ് വീണ്ടും പറയല്ലേ CBI അന്വേഷണം മതി, അതായത് ഈ ഹൈക്കോടതിയെ വിശ്വാസമില്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിശ്വാസമില്ല എന്ന് പറയുന്നത് അവർക്കാണ് എന്തൊക്കെയോ മറക്കാനുള്ളത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറക്കാനില്ല. ഞങ്ങൾക്ക് ഹൈക്കോടതിയിലാണ് വിശ്വാസം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലാണ് വിശ്വാസം. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി ഇല്ലാതെ അവിടെ നിന്ന് പാളി കൊണ്ടുപോയില്ല. ഞാനാണ് ആ തീരുമാനമെടുത്തത് എന്ന് അഭിമാന ബോധത്തോടെ PS പ്രശാന്ത് പറയുന്നുണ്ട്. പക്ഷെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെയും അവരങ്ങനെ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ റിപ്പോർട്ടുകളൊക്കെ, അതായത് ഉത്തരവുകളൊക്കെ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ. ഉത്തരവുകളുടെ നമ്പർ അടക്കം പറയുന്നുണ്ട്. ദേവസ്വം ബോർഡിന് വേണ്ടി ആണ് ആ ഉത്തരവ് വന്നിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ല. അത് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു എന്നാണ് പറയുന്നത്. We are discussing about a crime which happened in 2019. 2019 നടന്ന ഒരു കുറ്റകൃത്യത്തിൽ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത് 2025 എവിടെ നടക്കുന്നു? ഏതോ ഒരു അജ്ഞാതമായ ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് നടന്നതല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഭക്തജനങ്ങൾ വരുന്ന, ഏറ്റവും ശ്രദ്ധയോടുകൂടി പരിപാലിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന, ഏറ്റവും ശക്തമായ ദേവസ്വം സംവിധാനമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നടന്ന ഒരു കുറ്റകൃത്യം. സാധനം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കിയപ്പോൾ 4.5 കിലോയുടെ വ്യത്യാസമുണ്ട്. അത് ചെമ്പിലാണോ സ്വർണത്തിലാണോ വ്യത്യാസം വന്നത് എന്ന് കണ്ടെത്തണമെങ്കിൽ പരിശോധന വേണം എന്നും അറിയാം. ചെറിയ കുട്ടികളൊന്നല്ലല്ലോ, ഒരു LP സ്കൂളിൽ ബെഞ്ചോ ഡെസ്കോ ഒന്നല്ലല്ലോ. വലിയ ആവേശത്തോടും വാശിയോടും കൂടിയൊക്കെ അല്ലേ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത്. ആ താല്പര്യമൊക്കെ അന്നും ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ലേ? 2018-ല് രണ്ട് സ്ത്രീകളെ പർദ്ദയിൽ പൊതിഞ്ഞുകൊണ്ട് വരാനുള്ള താല്പര്യം എന്തൊരു ആവേശമായിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം പർദ്ദയിൽ പൊതിഞ്ഞുകൊണ്ട് പോയി എന്നൊന്നും പറയരുത്. ഒരു ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അങ്ങ് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കണ്ടതാ ഞാൻ പറയുന്നത്. ഞാൻ കണ്ടത് തന്നെ ഞാൻ പറഞ്ഞത്. ആ ക്ലിപ്പിംഗ്സ് ഒന്നും കൂടി കാണിച്ചേക്കും. അങ്ങ് പർദ്ദ കണ്ടോ? നുണയാണെങ്കിൽ അങ്ങ് പർദ്ദ കണ്ടോ? അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറഞ്ഞത് നുണയാണെന്ന് തെളിയിക്കാൻ എളുപ്പ വഴിയാണ്. ഒരു കാര്യം വസ്തുതാവിരുദ്ധമായി പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങയുടേതാണ്. എന്റെ കയ്യിൽ എന്റെ ഉത്തരവാദിത്തമല്ല. പർദ്ദയിൽ പൊതിഞ്ഞ് അവിടെ സ്ത്രീകളെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ എനിക്കതിൽ വിവാദത്തിന് താല്പര്യമില്ല. ആ വിവാദം അങ്ങയുടെ ആവശ്യമായിരിക്കും. അതൊക്കെ കേരളം മുഴുവൻ എനിക്കതിൽ വിവാദത്തിന് താല്പര്യമില്ല. ഞാനത് നിരാകരിക്കുന്നു. അങ്ങേക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് എന്റെ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരണം. കണ്ടതാണ്. അതുകൊണ്ട് കേരളം മുഴുവൻ കണ്ടതാണ് ആ ആവേശം. ഇടത് സർക്കാരിന്റെ ആവേശം എന്തൊരു ആവേശമായിരുന്നു. ഒരു MLA അന്ന് ചോദിച്ചത് അയ്യപ്പൻ ഇനിയിപ്പോൾ കല്യാണം കഴിക്കേണ്ടി വരില്ലേ എന്നാ. കന്യയ്യപ്പന്മാർ പോയിട്ടില്ലല്ലോ, പ്രളയം കാരണം അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ എന്ന്. ഇത്രയൊക്കെ താല്പര്യമുള്ള, ഇത്രയൊക്കെ ആവേശം നിങ്ങൾ കാണിച്ച ഈ ശബരിമലയിലെ ആവശ്യത്തിന് വേണ്ടി ഈ 50 കോടി ചെലവഴിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നവോത്ഥാന മതിൽ പണിത എന്തൊക്കെ ആവേശം കാണിച്ചവരാ നിങ്ങൾ. നിങ്ങളെ മൂക്കിൻ്റെ താഴെ നിന്ന് 4.5 കിലോ കൊണ്ടുപോയത് നിങ്ങൾ അറിഞ്ഞില്ല. 6 വർഷമായിട്ട് അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് വീണ്ടും ഈ സാധനം എടുത്ത് കൊടുത്തില്ലേ. എന്നിട്ട് കോടതിയിൽ പോയതൊരു ഭക്തനല്ലേ. അപ്പൊ അതൊന്നും പറയണ്ട. ഇതൊക്കെ ബോധപൂർവം അറിവോടും സമ്മതത്തോടും കൂടി നടന്നതാണ്. ഇതിന്റെ ഷെയർ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നതേ ഇനി അന്വേഷിക്കാനുള്ളൂ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണ്ട, അതെ. ഓ ഞങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് BJP, ദേവസ്വം ബോർഡ് മന്ത്രി BJP, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് BJP,
ദേവസ്വം ബോർഡ് മന്ത്രി ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കും. നടന്നെന്ന് പറയട്ടെ. നിങ്ങൾ കൊണ്ടുവന്നതല്ല, അത് നിങ്ങൾ കൊണ്ടുവന്നതല്ല. അതെ താങ്ങുപീഠം സ്ട്രോങ് റൂമിലുണ്ടെന്ന് പറഞ്ഞത് എവിടെന്നാ താങ്ങുപീഠം കിട്ടിയത്? 19 FIR രജിസ്റ്റർ അല്ല, അന്വേഷണം വരട്ടെ. 19 FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും കേട്ടോ. തലയ്ക്ക് നല്ല സുഖമില്ല, അതാ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എടാ, എന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാ? സമരമായിട്ട് ഇറങ്ങിയ RSSകാരെ കണ്ടില്ലല്ലോ, BJPക്കാരെ കണ്ടില്ലല്ലോ. ഈ അന്വേഷണം നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളാ. ഈ അന്വേഷണം നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിനെതിൽ പരാതിയുണ്ട്. അങ്ങ് പറഞ്ഞപ്പോൾ അദ്ദേഹം സംസാരിക്കാതിരുന്നതാണ്. അദ്ദേഹം ആ പരാതി ഉന്നയിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. ഇപ്പൊ ആവേശം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഒരു പങ്കുമില്ല ഈ അന്വേഷണത്തിൽ. നിങ്ങൾ മൂടി വെച്ച കുറ്റകൃത്യം ഏതോ ഒരു ഭക്തന്റെ സാമർത്ഥ്യം കാരണം പുറത്തു വന്നതാ. നിങ്ങൾ മൂടി വെച്ചതാ, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതാ, അറിഞ്ഞുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചതാ. അങ്ങനെ തന്നെ പറയും, അങ്ങനെ തന്നെ പറയും. എന്തായി എനിക്ക് നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ. അതൊന്നും പറയണ്ട, ഉരുളാനൊന്നും നോക്കണ്ട. നിങ്ങൾ പറഞ്ഞോളൂ. ശരി. ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.